സിദ്ദിഖ്, രഞ്ജിത്ത്, റിയാസ് ഖാൻ. ഈ പട്ടികയിൽ ഒരു നാലാമൻ ഒരു MLA ഉണ്ട്. സംശയിക്കണ്ട, അത് തന്നെ നമ്മുടെ സ്വന്തം മുകേഷ്. നടനും MLAയുമായ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് വീണ്ടും രംഗത്തെത്തി. പലതവണ അദ്ദേഹം മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഫോണിലൂടെ നിർബന്ധിച്ചതായി ആ നടി ആരോപിച്ചു. 2018 ഈ നടി ഇതേ ആരോപണവുമായി രംഗത്ത് വന്നുവെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നായിരുന്നു അന്ന് മുകേഷിൻ്റെ പ്രതികരണം. CPM MLA ആയ മുകേഷിനെ വീട്ടിലാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവാദം. ഇതും സിനിമയെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുലയ്ക്കും. പ്രത്യേകിച്ച് കൊല്ലത്ത് മുകേഷിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് ടെസ് ഇപ്പോൾ അത് മുകേഷ് തന്നെയാണെന്ന് വെളിപ്പെടുത്തിയത്. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകയാണ് ടെസ് ജോസഫ്. ഇതോടെ ഏവരും ഉറ്റുനോക്കിയിരുന്ന മുകേഷിന്റെ പേര് കൂടി വിവാദത്തിലാവുകയാണ്. അന്ന് ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി. ദുരനുഭവം ഷോ മേധാവി ഡെറിക് ഒബ്രിയാനോട് പറഞ്ഞു. തന്നെ ആ പരിപാടിയിൽ നിന്ന് ഡെറിക് ഒഴിവാക്കി തന്നുവെന്നും ടെസ് പറയുന്നു. ഇത് CPMനും തലവേദനയായി മാറും. CPMലെ കൊല്ലത്തെ പ്രധാനിയാണ് മുകേഷ്. സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന കോടീശ്വരൻ പരിപാടിക്കിടെ മുകേഷ് പല തവണ തന്നെ മുറിയിലേക്ക് വിളിച്ചുവെന്നും മുകേഷിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ടെസ് മുമ്പ് വെളിപ്പെടുത്തിയത്. അന്നത്തെ തന്റെ മേധാവിയായ ഡെറിക് ഒബ്രിയാൻ 1 മണിക്കൂറോളം തന്നോട് സംസാരിച്ചുവെന്നും അടുത്ത വിമാനത്തിന് തന്നെ രക്ഷപ്പെടുത്തി പറഞ്ഞയച്ചുവെന്നും ടെസ് പറയുന്നു. പുരുഷന്മാരുടെ ക്രൂവിൽ താൻ മാത്രമായിരുന്നു ഏക പെൺ സാങ്കേതിക പ്രവർത്തക. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോഴാണ് മലയാളികൾ പലരും ടെസ് ജോസഫ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടറെ കുറിച്ച് കേട്ടു തുടങ്ങിയത്. ഇതുവരെ അങ്ങനെ ഒരാളിനെ കുറിച്ച് അറിയില്ലായിരുന്നു. മലയാളിയായ ടെസ് ജനിച്ചത് കൊച്ചിയിലും വളർന്നത് കൊൽക്കത്തയിലുമാണ്. പല പ്രമുഖ സംവിധായകർക്കൊപ്പം ജോലി ചെയ്ത ടെസ് താമസിക്കുന്നത് ഇപ്പോൾ മുംബൈയിലാണ്. പീഡിയാട്രിക് സർജൻ ആവാനായിരുന്നു ടെസ് ആഗ്രഹിച്ചിരുന്നത് മെഡിക്കൽ ഫീൽഡിൽ. എന്നാൽ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കാത്തതിനെ തുടർന്ന് സ്വന്തം അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദമെടുത്തതാണ്. ഇതിനുശേഷമാണ് ഡെറിക് ഒബ്രയനൊപ്പം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പരിപാടികളിൽ സഹായിയായി ടെസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നത് മുതൽ മുകേഷിന്റെ പേര് ഉറ്റുനോക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളം. എപ്പോഴാണ് ആ പേര് വെളിച്ചം കാണുന്നതെന്നറിയാൻ കാത്തിരിക്കുമ്പോഴാണ് ഇന്ന് ആ പേര് ഉദയം ചെയ്തത്. രാവിലെ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. തൊട്ടു പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും രാജിവെച്ചിരുന്നു. തൊട്ടു പിന്നാലെ നടൻ റിയാസ് ഖാനെതിരെയും ആരോപണം വന്നു. 4ാമതാണ് മുകേഷിന്റെ പേര് ഇപ്പം വെളിച്ചം കണ്ടത്. ഇനിയും പ്രമുഖരുടെ പേര് വരാനുണ്ട്. ആ പേരുകൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം.